സുനിൽ, ഇപ്പോൾ പാർലമെന്റിൽ ലോക്സഭയിൽ പ്രത്യേക ചർച്ചയാണ് ഭരണഘടനയുടെ 75ാം വാർഷികവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ആരാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഐക്യത്തെക്കുറിച്ച് വാചാലരാകുന്നുണ്ട് ഭരണഘടനാ ചർച്ചയിൽ നേതാക്കൾ. പക്ഷേ പാർലമെന്റിൽ ഒരു ഐക്യം കാണുന്നില്ല. മിക്ക ദിവസവും സംഘർഷത്തിൽ കലാശിക്കുന്നു. പാർലമെന്റ് നേരത്തെ അവസാനിക്കുകയും രാജ്യസഭ ഇന്നിപ്പോൾ ബഹളത്തെ തുടർന്ന് പിരിയുകയും ചെയ്തിരിക്കുകയാണല്ലോ. ത്തിന്റെ ഭാഗമായാണ് പാർലമെന്റിൽ പ്രത്യേക ചർച്ച നടക്കുന്നത്. ഇന്നും നാളെയുമായാണ് ലോക്സഭയിലെ ചർച്ച. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമായി രാജ്യസഭയിലും പ്രത്യേക ചർച്ച നടക്കും. ലോക്സഭയിലെ ചർച്ചയ്ക്കാണ് ഇപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടക്കമിട്ടിരിക്കുന്നത്. ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ മദൻ മോഹൻ മാളവ്യയുടെയും സവർക്കറുടെയും വീക്ഷണമാണ് ഭരണഘടനയ്ക്ക് കരുത്തു പകരുന്നത് എന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞത് ലോക്സഭയിൽ ചെറിയ ബഹളത്തിന് കാരണമായി. ഏതായാലും ഇപ്പോൾ രാജ്നാഥ് സിംഗ് ലോക്സഭയിൽ പ്രസംഗിക്കുകയാണ്. ഐക്യത്തിൻ്റെ സന്ദേശമാണ് ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നത്. വികസനത്തിൻ്റെ സന്ദേശമാണ് ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നത്. രാജ്യത്തെ ജനങ്ങളുടെ ശബ്ദമാണ് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നത്. ഒരു പാർട്ടി ഈ ഭരണഘടനയെ കുത്തകയാക്കാൻ ശ്രമിച്ചുവെന്ന രാഷ്ട്രീയ പരാമർശവും രാജ്നാഥ് സിംഗ് ഉയർത്തി. ഏതായാലും ഇപ്പോൾ ചർച്ച തുടരുകയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ പ്രസംഗം കൂടി ഇന്ന് ലോക്സഭയിൽ ഉണ്ടാകും എന്ന പ്രത്യേകത കൂടിയുണ്ട്. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ലോക്സഭയിൽ ഈ ഭരണഘടനാ വിഷയത്തിൽ സംസാരിക്കാൻ പോകുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്. പ്രിയങ്ക ഗാന്ധി സംസാരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറയും എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഏതായാലും കേരളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടി ഈ പ്രസംഗത്തിൽ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇന്നും നാളെയുമായി ലോക്സഭയിൽ നടക്കുന്ന ചർച്ചയ്ക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറയും. തിങ്കളാഴ്ചയാണ് രാജ്യസഭയിലെ ചർച്ച ആരംഭിക്കുക. രാജ്യസഭയിലെ ചർച്ചയ്ക്ക് തുടക്കമിടുക കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയിരിക്കും. ചൊവ്വാഴ്ചയായിരിക്കും രാജ്യസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി. ശരി, പി. സുനിലാണ് പാർലമെന്റിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്.